ഹായ്, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അർജുൻ ദാസ് അഭിനയിച്ച കോൺ സിറ്റി എന്ന തമിഴ് പടത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബേഴ്സ് ചെയ്യണം. കാരണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നിങ്ങൾ ചുമ്മാ കണ്ടിട്ട് പോവാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് ഈ പുതിയ വീഡിയോസ് ഇടാൻ ഒരു പ്രചോദനമാകത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകനായ അർജുൻ ദാസ് ഒരു ഹോട്ടൽ നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അന്നാബെൻ, യോഗി ബാബു, പിന്നെ ഒരു സ്ത്രീയുണ്ട്, ഒരു പ്രായം ചെന്ന സ്ത്രീ. അവർ മലയാളത്തിലും തമിഴിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, എനിക്ക് അവരുടെ പേരറിയത്തില്ല. പിന്നെ ഒരു പയ്യനുണ്ട്. ഓക്കെ, അവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അങ്ങനെ ഇരിക്കെ ഈ പയ്യൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരത്തില്ല. സ്കൂളിൽ നിന്ന് വരാത്ത കാണാതിരുന്നപ്പം ഇവരെല്ലാം കൂടെ സ്കൂളിൽ ചെല്ലുകയും അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറയും, സാറേ ഒരാൾ വന്നിട്ട് ഈ പയ്യനെ വിളിച്ചുകൊണ്ട് പോയി, ആ ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയത് എന്നൊരു കാര്യം പറയും. അപ്പം ഈ ഗാർഡിയൻ എന്ന് പറഞ്ഞ ആൾ വിളിച്ചുകൊണ്ട് പോയ ആളെന്ന് പറഞ്ഞാൽ ഇവർ വില്ലനാണ്, കഥയിലെ മെയിൻ വില്ലനാണ്. ആ മെയിൻ വില്ലനിൽ നിന്ന് നമ്മുടെ ഈ പയ്യനെ രക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീടുള്ള കഥ. ഓക്കെ, ഞാനിപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ഇതിൻ്റെ കഥ ഇങ്ങനെ അല്ല. ഈ അന്നാബെന്നും നമ്മുടെ അർജുൻ ദാസിനും യോഗി ബാബുവിൻ്റെ പാസ്റ്റ് ലൈഫ് ഉണ്ട്. അതിലൂടെയാണ് ഇതിൻ്റെ കഥ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ഒറ്റ ഈ പ്രിമൈസ് കേട്ടിട്ട് നിങ്ങൾ കാണാതിരിക്കരുത്. കാരണം അതിൻ്റെ സ്ട്രക്ചർ വേറെയാണ്. ഞാനിത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് കിടിലൻ ഫസ്റ്റ് ഹാഫാണ്. കാരണം ഇതൊരു സ്കാം, തെഫ്റ്റ് അങ്ങനത്തുള്ള ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് സൂപ്പർ ഫസ്റ്റ് ഹാഫാണ്, ഉള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റ് എല്ലാം ഓക്കെയാണ്. പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴാണ് ഇതിനകത്ത് എനിക്ക് നെഗറ്റീവ് അടിച്ച് തുടങ്ങിയത്. കാരണം സെക്കൻഡ് ഹാഫിൽ ഈ കൊച്ചിനെ എങ്ങനെ രക്ഷിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഹ്യൂമറായിട്ടുള്ള വേയിലാണ് കൊണ്ടുവന്നത്. അങ്ങനെ എനിക്കൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത് എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ച് ബലമില്ലത് ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച്. മൊത്തത്തിൽ ഈ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ആവറേജ് പടമാണ്. ഞാനത് സൂപ്പറാണെന്ന് പറയത്തില്ല. കാരണം ഇതിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് തന്നെ കിടിലൻ പടമായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമർ വന്നപ്പോൾ അത് നമുക്ക് അത്ര കൺവിൻസിങ് ആയില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ എല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാവുന്ന ഒരു പടമാണ് വീക്കെൻഡിൽ. കാരണം നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു പടമാണ്.